അന്ന് സമയം അർദ്ധരാത്രി ഒഴിഞ്ഞു. എന്തോ ശബ്ദം കേട്ട് ഒരു സിസ്റ്റർ ഉറക്കമുണർന്നു. സിസ്റ്റർ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി എവിടെ നിന്നാണ് ആ ശബ്ദമെന്ന് ചുറ്റുവട്ടം വീക്ഷിച്ചു. യാതൊരു കുഴപ്പവുമില്ല. ഏതായാലും എഴുന്നേറ്റതല്ലേ, ചാപ്പലിൽ പോയി ഒരു വിസിറ്റ് കഴിക്കാം എന്ന് കരുതി പള്ളിയിലെത്തി. അവിടെ മുനിഞ്ഞു കത്തുന്ന കെടാവിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ഒരു രൂപം സക്രാരിയെ ആലിംഗനം ചെയ്ത് നിൽക്കുന്നു. ആദ്യം അല്പമൊന്ന് ഭയന്നു. ആരായിരിക്കും ഈ രാത്രിയിൽ ഇവിടെ? വീണ്ടും കണ്ണുകൾ ചിമ്മി തുറന്നു നോക്കി. അതാ ഷണ്ടാളമ്മ. അമ്മയുടെ അരികിലെത്തി ആ സിസ്റ്റർ ചോദിച്ചു, അമ്മേ, ഈ രാത്രിയിൽ ഇവിടെ? കുഞ്ഞെ, ഇപ്പോൾ ഈശോ തനിച്ചിരിക്കുകയല്ലേ, ഞാൻ അല്പസമയം അവിടുത്തോടു കൂടി ആയിരിക്കാമെന്ന് കരുതി. അമ്മയുടെ മറുപടി വളരെ പെട്ടെന്നായിരുന്നു. സ്ഥാപക പിതാവിൻ്റെ ജീവിത ദർശനം സംശീകരിച്ച ഷണ്ടാളമ്മയുടെ ജീവിതത്തിലെ സാധാരണ ദിനങ്ങൾ ഇപ്രകാരമായിരുന്നു. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഷണ്ടാളമ്മ ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ സഹസ്ഥാപകയാണ്. ദിവ്യകാരുണ്യനാഥനുമായുള്ള അഗാധമായ സ്നേഹവും ആഴമായ വ്യക്തിബന്ധവും അമ്മയുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയായിരുന്നു. ദിവ്യകാരുണ്യ സന്നിധിയായിരുന്നു അമ്മയുടെ അഭയവും ആനന്ദവും. ഈശോ സഹവാസം അമ്മയ്ക്ക് ഏറ്റവും ഹൃദ്യമായ അനുഭവമായിരുന്നു. ഓരോ ദിവസവും 4 മുഴുവൻ കൊന്തകൾ ചൊല്ലി അർദ്ധരാത്രിയിൽ സക്രാരിനാഥനെ ആലിംഗനം ചെയ്ത് രാവ് പകലാക്കിയുള്ള അമ്മയുടെ പ്രാർത്ഥന പ്രഭാതത്തിൽ തൻ്റെ പ്രിയനെ ഹൃദയത്തിൽ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിൻ്റെ മണിക്കൂറുകളായിരുന്നു. അമ്മയുടെ ഈ ഈശോ അനുഭവം നമുക്കും പ്രചോദനമേകട്ടെ. ആർക്കും ഒരിക്കലും വേർപെടുത്താനാവാത്ത വിധം ഈശോയുമായുള്ള ഒരു വ്യക്തിബന്ധത്തിലേക്ക് നമ്മെ നയിക്കട്ടെ. ബഹുമാനപ്പെട്ട ഷണ്ടാളമ്മയുടെ ഈ ഓർമ്മദിനം മെയ് 25 സ്വർഗീയ കൃപകളാലും പുണ്യങ്ങളാലും നമ്മെ ഏവരെയും നിറയ്ക്കട്ടെ.